25 കിലോമീറ്റർ കൂടെ ബാക്കിയുണ്ട്. ഇത് ആക്ച്വലി ഒരു ബുദ്ധ ടെമ്പിളാണ്. ഞങ്ങൾ മുകളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. ഇപ്പം വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തേക്കാണ്. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഡെറാഡൂണിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. വെളുപ്പിന് 4:15 ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം 5:50 ഷാംലി സഹാരൻപൂർ വഴിയാണ് നമ്മൾ ഡെറാഡൂണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്നത് യമുന നദിയാണ്. അപ്പോൾ ഞങ്ങളിത് ഒരു ധാബ കണ്ടപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. ഹായ്, ഈ ഒരു 25 കിലോമീറ്റർ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള വൈഭവ് ഇവൻ എൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്തതാണ്. ഇപ്പം ഫോറസ്റ്റിലേക്ക് കയറി. ഈ ചുറ്റും കാണുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. വളവും തിരിവൊക്കെയുള്ള റോഡുകളൊക്കെ വന്നു തുടങ്ങി. ഞങ്ങളിത് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രി ഇതിൽ കൂടെ എല്ലാം തോന്നുന്നുണ്ട്. അല്ല, അപ്പുറത്തൂടെ പോലും ഇത് എക്സിറ്റാന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി. മിൻറോളിംഗ് മൊനാസ്ട്രി. ഇത് ആക്ച്വലി ഒരു ബുദ്ധ ടെമ്പിളാണ്. ഇവിടെ ഈ പ്ലേസിൻ്റെ ആറ്റിറ്റ്യൂഡും ഡീറ്റെയിൽസും അതുപോലെ നിയറസ്റ്റ് പ്ലേസ് ടു വിസിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവസാനത്തെ രണ്ടെണ്ണമായ സഹസ്രധാരയും റോബേഴ്സ് കേവും നമ്മൾ അടുത്ത് വിസിറ്റ് ചെയ്യാൻ പോകുന്ന 2 സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുന്ന അലൗഡല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്യാണ്. ഈ കാണുന്നത് ഇവരുടെ പ്രൈമറി സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനായ സഹസ്രധാരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 28 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. അതുപോലെ 1 മണിക്കൂറോളം എടുക്കും അവിടെ എത്താനായിട്ട്. ചെറിയ റോഡാണ്, അതുപോലെ നല്ല തിരക്കുമുണ്ട്. അപ്പോൾ അവിടെ എത്താനായിട്ട് കുറച്ച് സമയമെടുക്കും.
അപ്പോൾ നമ്മളിത് നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനിലേക്ക് എത്തി. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ റോഡിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല തിരക്കാണ് ഈ സ്ഥലത്ത്. ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് ചൂടൊക്കെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലൊക്കേഷൻ, സഹസ്രധാര. ഇവിടെ ആക്ച്വലി ഒരു പിക്നിക് പോയിൻ്റാണ്. സമ്മർ സീസണിലൊക്കെ വരാനുള്ള പറ്റിയ സ്ഥലമാണ്. നമ്മളിത് വെള്ളത്തിൽ ഇറങ്ങി. അഭിതേക്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ കുളിച്ച് കയറി. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കണം. ഇവിടെ ഓട്ടമുണ്ട്, പക്ഷേ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നില്ല. പോകുന്ന വഴിക്ക് എവിടുന്നെങ്കിലും കയറണം. ഇനി നമ്മൾ നേരെ പോകുന്നത് റോബർട്ട്സ് കേവ് എന്ന് പറഞ്ഞ ആ കേവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഏകദേശം 3 മണിയായി. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയേക്കുന്നത്. ബട്ടർ നാനും മിക്സ് വെജുമാണ് നമ്മൾ പറഞ്ഞത്. ഞങ്ങളിത് 3ാമത്തെ സ്പോട്ടിലെത്തി, റോബർട്ട്സ് കേവ്. അപ്പോൾ ഇവിടെ വെള്ളത്തിലാണ് കേവ് ഉള്ളത്, വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഷൂ എന്നിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ബാഗൊക്കെ നമ്മൾ ലോക്കറിൽ വെച്ചു. ലോക്കറും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വലിയ ഗുണമില്ല ലോക്കറൊന്നും അല്ല. എന്നാലും നമുക്ക് കൊണ്ടു നടക്കണ്ടല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് വെച്ചിട്ട് പോകാവുന്നേ ഉള്ളൂ. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രി. ഇവിടെ ടിക്കറ്റ് എടുക്കണം. പെർ പേഴ്സൺ 35 രൂപയാണ്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവിടെ ചെറിയൊരു പാർക്ക് പോലത്തെ സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കഫേ ഉണ്ട്. നല്ല തിരക്കുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതാണ് കേവ്. ഇവിടെ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നതേ ഉള്ളിലേക്ക് കാണുന്നതാണ് കേവ്. എല്ലാവരും ഇവിടം വരെയൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്. കുറേ പേര് മുകളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് മുകളിൽ കയറാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഞങ്ങൾ മുകളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ നമ്മൾ ആദ്യം താഴെ നിന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് മുകളിലേക്ക് കേവ്സിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വരാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ നനയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ അതിലൂടെ വന്നില്ല. ഇതിനുള്ളിൽ കുറച്ചും കൂടെ സേഫ് ഏരിയ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് വലിയ റിസ്ക് ഇല്ലാത്ത ഒരു ഏരിയ ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോയി നോക്കാം. ചെറിയൊരു വാട്ടർഫോളാണ്, എന്തായാലും കണ്ടിട്ട് വരാം. ആ 4:45 ആവാറായി. അപ്പോൾ ഇവിടുന്ന് പോയി നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ കേവ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണ്. അപ്പോൾ ഞങ്ങൾ ഋഷികേശ് വഴിയാണ് തിരിച്ചു പോകുന്നത്. ഇപ്പം വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.